നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയാം. പ്രത്യേകിച്ചും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നു. അതിനെ അതിജീവിക്കാനായിട്ടുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ചർച്ച അന്താരാഷ്ട്ര രംഗത്ത് പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, നയം എന്താണ് എന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾ നടത്തുന്നു. ഇത്തരത്തിലൊരു കടുത്ത പ്രതിസന്ധിയെ രാജ്യം എങ്ങനെ അതിജീവിക്കും? ഒരു കാരണവശാലും ഇതുമായി വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇന്ത്യ എന്ത് നടപടി സ്വീകരിച്ച് ഇത് അതിജീവിക്കും എന്നുള്ള കാര്യം ലോകമെമ്പാടുമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷകരെല്ലാം തന്നെ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അമേരിക്കയുടെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങൾക്കും വഴങ്ങില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ കാർഷിക വിപണിയിലും അതേപോലെ തന്നെ പാലുൽപാദന ഡെയറി വിഭാഗത്തിലെ വിപണിയിലും നികുതിരഹിതമായി വന്ന് ഇടപെടണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്കും വഴങ്ങില്ല എന്നുള്ളൊരു കർശന നിലപാടിലാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. അതേപോലെ അമേരിക്കയെ അനുനയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വലിയ ഓഫറുകൾ വയ്ക്കാനും ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ വെല്ലുവിളിയെ സധൈര്യം നേരിടുക എന്ന നിലപാടിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇപ്പോഴുള്ളത് ഇന്ത്യ ചൈന റഷ്യ സഖ്യം അമേരിക്കയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതി ഇതാണ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, വൈറ്റ് ഹൗസിലെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇതും ഇന്ത്യയുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സംഗതിയാണ്. മോദിക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പുടിൻ ട്രംപിനെ കാണുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടത്. കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണല്ലോ അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ മോദിയുടെ ദൂതനായി അല്ലെങ്കിൽ മോദിയുമായി ആശയവിനിമയം നടത്തിയ ശേഷം നേരത്തെ തന്നെ നരേന്ദ്രമോദിയെ ഫോണിൽ സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരസ്പര ധാരണയിലാക്കിയ ശേഷമാണ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയിലേക്ക് തിരിച്ചത്. ഇപ്പോൾ അതേ പുടിൻ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ കൂടിക്കാഴ്ച നടന്ന് 3-ാം ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് അന്ന് കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചു എന്നുള്ള കാര്യം നരേന്ദ്രമോദിയോട് പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യക്ക് റഷ്യ പോലെ, അമേരിക്ക റഷ്യ ഇവരായിരുന്നല്ലോ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തികൾ. അതേപോലെ റഷ്യ പോലെയുള്ള ഒരു വമ്പൻ രാഷ്ട്രം ഒരു നിർണായക ചർച്ചയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുക, അതിന് ചർച്ചയ്ക്ക് ശേഷം കൃത്യം 3-ാം ദിവസം ഫോണിൽ വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള കാര്യം ധരിപ്പിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യക്ക് ലോകക്രമത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു പരിഗണനയും സ്ഥാനവും എന്താണെന്ന് ഈ ഒരു ഒറ്റ നടപടികൾ കൊണ്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്ത്യയെ നിസ്സാരമായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്കല്ല റഷ്യയ്ക്കല്ല ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പുടിൻ മോദിയെ വിളിച്ച് സംസാരിച്ചത് ഈ ഉക്രൈനുമായിട്ടുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെയാണ് ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിഷയമായി വന്നത് എന്നുള്ള കാര്യങ്ങളാണ് പുടിൻ മോദിയെ ധരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനോട് ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. അതായത് 2022 റഷ്യ സമ്പൂർണ്ണ അധിനിവേശം ഉക്രൈനിൽ തുടങ്ങിയത്. അന്നു കാലം മുതൽ ഇന്നേ കാലം വരെ ഇന്ത്യ സമാധാനത്തിൻ്റെ പക്ഷത്താണ്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സ്വീകരിക്കുന്ന ഏത് നടപടിക്കും ഇന്ത്യ പരിപൂർണ പിന്തുണ നൽകും എന്നുള്ള കാര്യമാണ് പുടിനെ മോദി അറിയിച്ചത്. അതോടൊപ്പം തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റഷ്യ ഇന്ത്യ പരസ്പര ധാരണ അത് തുടരുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരത്തിലുള്ളത്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരസ്പര ധാരണ സംബന്ധിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് അനുമാനിക്കാം, നിസ്സാരമായി അനുമാനിക്കുന്ന കാര്യമേ ഉള്ളൂ. നിലവിൽ ഇന്ത്യ റഷ്യ എണ്ണ കരാർ അല്ലെങ്കിൽ എണ്ണ വാങ്ങൽ, അതിൻ്റെ പേരിലാണ് അമേരിക്ക ഇത്രയും വലിയ ഹാലിളക്കം നടത്തുന്നത്. അമേരിക്കയിൽ നിന്നുള്ള പ്രതിരോധ സാമഗ്രികളുടെ വാങ്ങൽ തൽക്കാലം ഇന്ത്യ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിലും റഷ്യയിൽ നിന്ന് ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലടക്കം റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ വാങ്ങാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്.
അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇന്ത്യ S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയത്. അതിൻ്റെ പുതിയ പതിപ്പായ S-500 റഷ്യയുമായി സഹകരിച്ച് നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. അപ്പോൾ ഇതിലൊക്കെ അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ അതൃപ്തി വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണം തുടരാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പുടിനുമായിട്ടുള്ള ചർച്ചയിൽ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള സഹകരണ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും ആശങ്കയും അറിയിച്ചിട്ടുണ്ടാകാം. പക്ഷേ പുടിൻ ഇക്കാര്യത്തിൽ റഷ്യയുടെ നിലപാട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നിലപാട് ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിൻ്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ട്രംപ് പുടിനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ ആ ചർച്ച ഫലവത്തായോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വരി പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ, പക്ഷേ ആ ധാരണ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അത്തരത്തിൽ നല്ല രീതിയിലാണ് ചർച്ച ചെയ്ത് പിരിഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ട്രംപിൻ്റെ ഇടപെടൽ മൂലം യുക്രൈൻ സംഘർഷം പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആശിക്കേണ്ടത്. കാരണം അവിടെ ഇതിനോടകം തന്നെ പതിനായിരക്കണക്കിന് പേർ അവരുടെ ജീവൻ നൽകിക്കഴിഞ്ഞ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവൻ്റെ വില അത് നമ്മൾ തിരിച്ചറിയണം. എത്രയും വേഗം ആ സംഘർഷം പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിലേറെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അല്ലെങ്കിൽ പ്രസക്തമായ സംഗതി ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക സഹകരണം ഇനി അതിൻ്റെ ഭാവി എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ 25% നികുതിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ വരുന്ന 28-ാം തീയതി, കഷ്ടിച്ച് ഒരാഴ്ചയെ മറ്റോ ഉള്ളൂ, ആ 28-ാം തീയതിയോടുകൂടി ഈ നികുതി 50%-ലേക്ക് ഉയർത്താനാണ് അമേരിക്കയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ ഇനി ഒരു പുനരാലോചനയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇന്ത്യ കൗതുകപൂർവ്വം ഉറ്റുനോക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചർച്ചകൾക്ക് പ്രസക്തി ഇല്ല എന്ന നിലപാടെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. ഇന്ത്യയുമായിട്ട് ഇനിയും ചർച്ചകൾക്ക് സന്നദ്ധമാണ്, അല്ലെങ്കിൽ ചർച്ചകൾ നടത്തേണ്ടി വരും എന്ന നിലപാടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം വളരെ ശക്തമാകുന്നു, പ്രബലമാകുന്നു. നേരത്തെ അമേരിക്കയെ പോലുള്ള വമ്പൻ രാഷ്ട്രങ്ങളെ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെയാണ് ഈ 3 രാഷ്ട്രങ്ങളും പരസ്പര സഹകരണം അതേപോലുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ 3 രാജ്യങ്ങളും മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ അമേരിക്കയെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ആ രാജ്യങ്ങളുമായിട്ട് ഇനി അധികം അങ്ങ് കൂട്ടുകൂടേണ്ട, ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും സന്നദ്ധമാണ് എന്നുള്ള നിലപാട് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദി പുടിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും: ഈ ഒരു നിർണായക ഘട്ടത്തിലും റഷ്യ പോലെ ഒരു രാഷ്ട്രം ഇന്ത്യയുടെ, അതായത് ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപും ശേഷവും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ, കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോഴത്തെ പുതിയ ലോകക്രമത്തിൽ, പുതിയ ലോക രാഷ്ട്രീയത്തിലുള്ള സ്ഥാനവും അംഗീകാരവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്.